ഹേ ഗൈസ്, നമ്മളിത് ഇന്ന് രാത്രി മണർകാട് കവലയ്ക്ക് പോവാണ് ഗൈസ്. നമ്മൾ വണ്ടി പണിക്ക് കൊടുത്തേക്കുവാണേ, അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും ബൈക്കിനാണ് പോകുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഗൈസ്. നേരെ വന്നത് മണർകാട് ഒപ്റ്റിക്കൽസിലാണ്. നമ്മുടെ ബെസ്റ്റ് ബേക്കറിയുടെ പുറകിലാണ് ഈ കടയെ. ഇവിടെ വന്ന് എന്തിനാന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ കണ്ണാടി ഒന്ന് ശരിയാക്കാനായിട്ടായിരുന്നു. ഇവിടുത്തെ സർവീസ് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല സർവീസാണ് ചേട്ടന്മാരുടെ. എന്റെ പുതിയ വാച്ച് ശരിയാക്കി കിട്ടി ഗൈസ്. നമ്മുടെ ജോസൂട്ടൻ ബോറടിച്ചിരുന്നപ്പോൾ കണ്ണാടി നോക്കി ഏതാണ്ടൊക്കെ കോക്കറി കാണിക്കുന്നുണ്ട്. ജോമൻ ചേട്ടനും കൂടെ ഉണ്ട്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ 2 ഗ്ലാസ് റെഡിയായി കിട്ടിയേ. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് ബെല്ലാമിയയിലോട്ടാണ്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഒന്ന് മുടുക്കനാക്കാനായിട്ടാണ്. വന്നപ്പോഴേ ആള് പ്ലേ ഏരിയയിലോട്ടാണ് പോയത്. ഇവിടെ ഒരു ചേട്ടനെ കൂടെ കൂട്ട് കിട്ടി, അത് കാരണം പിന്നെ അകത്തോട്ട് വരത്തേ ഇല്ലായിരുന്നു. നമ്മുടെ ഈ ബെല്ലാമിയയില് ജെൻസിനും ലേഡീസിനും ഉള്ള സലൂൺസ് രണ്ടും രണ്ടായിട്ടാണ്. അപ്പൊ നമ്മൾ ജെൻസിന്റെ ഇതിൽ കയറി നമ്മുടെ ജോസൂട്ടൻ വന്ന് ഇരുന്നു ഗൈസ്. തേണ്ടേ ആദ്യമേ തന്നെ ആന വെച്ച് കൊടുത്തു. ആള് ഹാപ്പിയായി. ആളിപ്പോ വളർന്ന കാരണം കോക്കോമലൺ ഒന്നും വേണ്ട, ആനയുടെ വീഡിയോ ആണ് ഇപ്പം കാണുന്നത്. നമ്മുടെ ജോസൂട്ടൻ ആദ്യം കുറച്ചു നേരം ഒരു വൈക്ലബ്യം കാണിച്ചെങ്കിലും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് അടങ്ങിയിരുന്നു ഗൈസ്. നല്ല സുന്ദരനാകുന്ന കണ്ട ആള് കണ്ണാടി നോക്കി തന്നെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ അവന്റെ മുടി വെട്ടാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ അവന് ചെവിയുടെ സൈഡെല്ലാം മുടി വീണ് പൊട്ടുന്നുണ്ട്, അത് കാരണമാണ് ഞങ്ങൾ വെട്ടിയത്. വെട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജോസൂട്ടനും ഇഷ്ടപ്പെട്ടു, അതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കാൻ, നമ്മുടെ ചെറുക്കനെ കാണാൻ സുന്ദരനായിട്ടില്ലേ ഗൈസ്? എന്തായാലും എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നേ. ജോസൂട്ടിനും ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മുടി വെട്ടി കഴിഞ്ഞിറങ്ങി നേരെ ഞങ്ങൾ പോയത് അവിടുത്തെ ഫ്രണ്ടിലുള്ള ഒരു ഊഞ്ഞാലാടാനായിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും എപ്പോൾ വന്നാലും ഇതിനകത്ത് കയറും കേട്ടോ ഗൈസ്. അങ്ങനെ ഊഞ്ഞാലുകളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ജിൻസിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ജിൻസും പുതിയ ഫ്രിഡ്ജ് മേടിച്ചു. ഇത് അവർ പഴയ ഫ്രിഡ്ജാണേ, ഇത് പുതിയതായിട്ട് മേടിച്ചത്. ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേർ ആരാണെന്ന് അറിയാമോ ഗൈസ്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഫ്രിഡ്ജെല്ലാം കണ്ട് ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോക്ക്. ബൈ.